ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് നമുക്കിവിടെ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പുളിശ്ശേരി നമ്മുടെ കേരള സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. ഇതിന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. തൈര്, ആവശ്യത്തിന് വെള്ളം, ഉപ്പുപൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എണ്ണ, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, തേങ്ങാപ്പീര, ഉണക്കമുളക്, കടുക്, ഉലുവ, കറിവേപ്പില, ഇത്രയുമാണ് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്കിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിള്, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്ക് ചെയ്യണം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് മൂടി കുക്ക് ചെയ്യാം. കറിക്കുള്ള അരപ്പുണ്ടാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങാപ്പീര, ആവശ്യത്തിന് ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ കുക്കായാൽ നമുക്ക് നോക്കാം. പൈനാപ്പിൾ കുക്കായിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കഷ്ണം നമുക്കിങ്ങനെ എടുത്ത് നോക്കാം കുക്കായിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്കിടാം. നമുക്കിത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിത് മിക്സി കഴുകിയെടുത്ത വെള്ളമാണ്. അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ഈ തൈര് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നതാണ്, കട്ടയില്ലാതെ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളക്കരുത്. ഇങ്ങനെ ഇളക്കി ഒന്ന് ചൂടായൊരു ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് കറി ഓഫ് ചെയ്യണം. ഇപ്പം തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട്. ഇത് തിളക്കണ്ട, ചെറിയ ബബിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം.
കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കടുക് വറുത്തത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇതിൻ്റെ റിട്ടേൺ റെസിപ്പി എൻ്റെ ബ്ലോഗായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കുക. താങ്ക് യു.